ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വെള്ളച്ചാട്ടം കാണാൻ പോവാണ്. ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ കീശേരി ഒരു വെള്ളച്ചാട്ടം കാണാനാണ് കേട്ടോ പോകുന്നത്. നമുക്ക് അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മളൊന്ന് വെറുതെ വന്നപ്പോൾ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ച് പോവാണ്. അപ്പൊ നമ്മളെങ്ങോട്ടാ പോണല്ലോ? ചുണ്ടത്തിച്ചോറ വെള്ളച്ചാട്ടം കാണാൻ പോവാണ്. ലാലു പറയണതൊന്നും ആർക്കും മനസ്സിലായിണ്ടാവില്ല. അവനെന്താ വെള്ളച്ചാട്ടം ഒന്നും അറിയില്ല. ലാലു എന്തൊക്കെയോ പറയുന്നുണ്ട് ഇതൊക്കെ, പക്ഷെ വെള്ളച്ചാട്ടം എന്താണെന്ന് അവിടെ ചെന്ന് കണ്ടാലേ അവന് മനസ്സിലാവുള്ളൂ. വെള്ളമാണ് എന്നുള്ളൊരു പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. ചാട്ടം എന്നൊക്കെ പറഞ്ഞ് അവൻ ആദ്യമായിട്ട് കാണാൻ പോവല്ലേ, അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലുള്ള വർത്താനാണ് ആ കേട്ടതൊക്കെ. നമ്മളിതേ കാറിൽ കൊള്ളാവുന്ന ആൾക്കാരെ കൂട്ടിയാട്ടോ പോക്ക്. പക്ഷെ എല്ലാവരും കണ്ടതാണ് കേട്ടോ. ഞങ്ങൾ കീശേരി മുണ്ടക്കലായിരുന്നു ഞങ്ങളുടെ പരിപാടി, അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ അത് കണ്ടതാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു കുട്ടികൾക്ക് ഒരു എക്സൈറ്റ്മെൻ്റ് ആയിക്കോട്ടെ, ഒരു ചില്ല് വൈബാവട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. ഇതെവിടെ കറക്റ്റ് സ്പോട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടോട്ടി കീശേരി മുണ്ടക്കൽ ചുണ്ടത്തിച്ചോല എന്ന് പറയുന്നത്. അപ്പോൾ അധികം എല്ലാവർക്കും അറിയും, കാരണം ഇപ്പോൾ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഫുൾ പിന്നെ മഴ വൈബായതുകൊണ്ട് ചിറാപ്പൂഞ്ചി ചെയ്യാനും അങ്ങനെ ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും അധികം ചെറിയ വെള്ളച്ചാട്ടമാണെങ്കിലും അധികം ആൾക്കാരും എത്തിയിട്ടുണ്ടാവും ഇങ്ങോട്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. അങ്ങനെ നമ്മൾ ആ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ഈ ടാറിടാത്ത റോഡിലൂടെയാണ് കേട്ടോ നമ്മളോട് പോകുന്നത്. നമ്മളെല്ലാവരും റെഡിയായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. മക്കൾക്കാണ് അവിടെ എത്താനായിട്ട് ഭയങ്കര ധൃതി. എവിടെ വെള്ളച്ചാട്ടം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി ഇറങ്ങുകയാണ് കേട്ടോ. എല്ലാവർക്കും വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനുള്ള ആകാംക്ഷ കൂടുതലാണ്. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇറങ്ങാൻ. കുട്ടികളൊക്കെ എടുത്തിട്ട് നമ്മൾ എങ്ങനെയൊക്കെയോ ഇറങ്ങി ലാസ്റ്റ് നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടാണ്. അങ്ങനെ നമ്മൾ ചുണ്ടത്തിച്ചോല വെള്ളച്ചാട്ടത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളവിടെ ചെന്നപ്പോൾ വേറൊരു കൂട്ടരുണ്ടായിരുന്നു കേട്ടോ. അവരവിടെ ഭയങ്കര ചാട്ടത്തിലായിരുന്നു, വെള്ളച്ചാട്ടത്തിൽ ചാടലും കുളിക്കലൊക്കെ ആയിരുന്നു. ഇതേ മക്കൾ വെള്ളം കണ്ടിട്ട് ഇതാ ഇറങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ്. മക്കളെ കാര്യം പിന്നെ പറയണ്ടല്ലോ, വെള്ളം കണ്ടാൽ പിന്നെ ആരും ഇറങ്ങാണ്ടിരിക്കില്ലല്ലോ. നല്ല തണുപ്പാണ് കേട്ടോ, വെള്ളം നല്ല തണുപ്പാണ് കേട്ടോ. ഇവരിറങ്ങണ കണ്ടിട്ടാണെങ്കിൽ ചെറിയ മക്കളുണ്ടല്ലോ, ഋഷിയും അനന്തും ലല്ലൂട്ടനൊക്കെ ഇറങ്ങേ വേണം വെള്ളത്തിൽ. ഒരു വിധത്തിൽ അവിടെ പിടിച്ചിരിക്കുകയാണ് ഞങ്ങൾ. ഇത് കണ്ടോ, വലുതൊന്നുമില്ലെങ്കിലും കാണാൻ രസമാണ് കേട്ടോ ഇവിടെ. ഈ വെള്ളത്തിൻ്റെ ഉത്ഭവസ്ഥാനം തിരഞ്ഞ് പോയാൽ നമുക്കൊക്കെ ചിലപ്പോൾ തല പ്രാന്താവും. അനന്തൂട്ടൻ ചേച്ചിയുടെ ഭയങ്കര ഫോട്ടോ പോസിലാണ് കേട്ടോ. മക്കളൊക്കെ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞത് എടുത്ത് ചാടി പോകുന്നു. പക്ഷെ ഒറ്റ ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ കേട്ടോ. തല തോർത്താനുള്ള മുണ്ട് പോലും അവരെടുത്തിട്ടില്ല. അവർക്കാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങണം, പക്ഷെ ഞങ്ങളാരും സമ്മതിക്കില്ല കേട്ടോ. നല്ല തണുപ്പാണ്. ഒരു തോർത്തിട്ട് പോലും തോർത്തെടുക്കാണ്ട് വെള്ളത്തിൽ ഇറങ്ങിയാൽ പനിക്കും ജലദോഷത്തിനും പിന്നെ ആൺകുട്ടിയും പോകേണ്ടി വരില്ല. എന്തായാലും പിന്നെ ആൺകുട്ടി ആയതുകൊണ്ട് വല്ല നൈസിൽ ഡ്രസ്സൊക്കെ ഊരി വെള്ളത്തിലേക്കൊക്കെ ചാടി കുളിക്കുകയാണ് കേട്ടോ. കിങ്ങിണി നന്ദു കുഞ്ഞാറ്റി ഇറങ്ങണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ ഡ്രസ്സില്ലാത്തതുകൊണ്ട് നിവർത്തിക്കേടിന് അങ്ങനെ അടുത്തൊക്കെ ചെന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. കയ്യും കാലൊക്കെ ഇട്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നന്ദു പറയാണ് റിതൊട്ട് ഇറങ്ങിയാൽ ചെറുതായിട്ട് കുശുമ്പ് കൊടുത്തിട്ട് ഓൻ ഇറങ്ങിയത് കണ്ടില്ല എന്നൊക്കെ പറയുക ഞങ്ങൾ. അങ്ങനെ അവിടെ വേറെ കുറച്ച് ചെക്കന്മാരും എത്തിയിട്ടോ. ഒരു മൂന്നാളും ഇവിടെ നിന്ന് എന്തൊക്കെയൊക്കെയോ കാട്ടുണ്ട്. അങ്ങനെ നമ്മളെ കുഞ്ഞാറ്റി വെള്ളത്തേക്ക് ഇറങ്ങി. പക്ഷെ ഇവർ രണ്ടാളും ഇറങ്ങാൻ ഒരു നിവർത്തിയില്ലാണ്ട് അങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. അവസാനം എന്തേ നമ്മളെ മക്കൾസ് ഇറങ്ങിയിട്ട് വെള്ളത്തേക്ക് എങ്ങനെ അവർ പിന്നെ ഡ്രസ്സൊക്കെ ഊരി ജസ്റ്റ് കാല് ഇടുന്ന ഒരു പാകത്തിലായിട്ട് എത്തിയിട്ടുള്ളൂ. ഇതിങ്ങനെ അങ്ങനെ താഴേക്ക് പോകും കേട്ടോ വെള്ളം.
ഋതുവിനെ കുളിച്ച് ആർമാദിച്ചുള്ള നടത്താണ് കേട്ടത്. കുഞ്ഞാറ്റയും ഋതുവിനാണ് വെള്ളച്ചാട്ടത്ത് വന്നിട്ട് കാര്യമായിട്ടുള്ളത് കേട്ടോ. എടുത്തു പറയുകയാണെങ്കിൽ അവരാണ് ആർമാദിച്ച് കുളിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ സ്ഥലം പോയി വിസിറ്റ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ വിലക്കുകളൊന്നുമില്ല കേട്ടോ അങ്ങോട്ടേക്ക് ചെല്ലണമെന്നൊന്നും. പിന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക, മഴക്കാലമാണ്, വെള്ളച്ചാട്ടത്തിലും ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിക്കുക. കാരണം ഒരാപത്തും പറ്റാതെ സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ അതേ നമ്മളവിടെ നിന്ന് പോരാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.